ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ വയനാട് ട്രിപ്പിൻ്റെ വീഡിയോ ഫസ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയും അതുപോലെ മുണ്ടക്കെ ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോൾ ഇവിടെ റിസോർട്ടിലെത്തി. ഇനി റിസോർട്ടിലെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മുണ്ടക്കയിലുള്ള ട്രീ വാലി റിസോർട്ടിലാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനുണ്ട്. വീട്ടിലും ഫുട്ബോൾ, റിസോർട്ടിലും ഫുട്ബോൾ. വാപ്പയും മക്കളും എവിടേക്ക് പോയാലും കൂടെ ഒരു ബോള് മസ്റ്റാന്ന് പറഞ്ഞാൽ. വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളിൽ ഞങ്ങൾ വന്നിട്ടും സ്റ്റേ ചെയ്തിട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിസോർട്ട് വയനാട്ടിൽ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പേരായിരിക്കും ട്രീ വാലി റിസോർട്ട് എന്ന് പറഞ്ഞാൽ. എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു റിസോർട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ട്രീ വാലി റിസോർട്ട്. അതിന് കാരണം എന്താണെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്കും തന്നെ അത് ബോധ്യമാവും. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലം എന്നുണ്ടെങ്കിൽ നമുക്ക് റിസോർട്ടിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ലേ ഇവിടുന്ന് സൂപ്പറാ. ഇവിടെ ഒക്കെ ഓരോരോ റൂംസ് ഉണ്ട് കേട്ടോ. ആണോ? റൂം ഏതാ? ഇതാണോ? ഞങ്ങള് വേറെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വലുതാ. ഇതാണോ? എടാ പുറത്തേക്ക് വന്നോക്ക്, ബാക്ക് ഡോർ കൂടെ അപ്പൊ കാണാം. എടാ ബാക്കിൽ കൂടെ വന്നോക്ക്, നിങ്ങൾക്ക് ഒരു സീക്രട്ട് റൂം ഞാൻ കാണിച്ചുതരാം. ഇത് ഞങ്ങളെ ഫാമിലി ഫോട്ടോഗ്രാഫർ അല്ലേ? ഞങ്ങൾ ആദ്യം അല്ലാതെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നല്ല രസം കിട്ടും, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലം. പക്ഷെ നല്ല തണുപ്പും കൂടി വെച്ചാൽ പറയേണ്ടിയിരുന്നില്ല ഗിഷാവിയെ. എന്ത് തണുപ്പ്! ഇതിന് ഹണിമൂൺ നമ്മളെ വക ഫ്രീ എന്നൊന്നും പറയില്ല ഗിച്ച. ഓൻ അയിമ പിടിച്ച് കയറൂ. ഫുൾ ചിലവ് ഓൻ്റെ വക. പക്ഷെ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. ഇപ്പം അതിന് ഞങ്ങളെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഇച്ചു അതിന് അങ്ങനെ പോകണം, ഇങ്ങനെയല്ലേ പോണ്ടേ? അങ്ങനെ പോയി ഇഷ്ടം നേരം മുണ്ടേക്കേക്ക് എത്തും. റിസോർട്ടിലേക്ക് എൻട്രി ആയതിന് ശേഷം ലഗേജ് റൂമിൽ വെച്ച് ഞങ്ങൾ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാണ്ട് ഇറങ്ങിയിരിക്കാൻ ഇട്ടാ. കാരണം നമുക്ക് ഇവിടെ അത്രയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ധൈര്യശാലിയായി ആറ്റ കമ്പിയിൽ പിടിച്ച് തൂങ്ങി വരുന്ന നിങ്ങൾ കാണുന്നത് ഗൈസ്. ബാബുലൂനെ വിളിച്ച കഴിച്ച അധികം വിറ്റേക്കാറ് ബാബുലുമ്മ. പേടിയാണ് അതിന്. ചില്ല് പൊട്ടിയാലും ഞാൻ രക്ഷപ്പെടുന്ന പറഞ്ഞിട്ടാണ് ആറ്റ കമ്പിമ്മ തൂങ്ങി പിടിച്ച് നിക്കണത്. പക്ഷിയോളെ ഒച്ചോക്കല്ലേ, പക്ഷിയോളെ എന്തോ നല്ല രസമുണ്ട് കാണാൻ കേൾക്കാന്. എൻ്റെ അനുമോളെ, എൻ്റെ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ശബ്ദം. എൻ്റെ ഉമ്മച്ചി എപ്പോഴും പറയും കാടിന്റെ നടുവിൽ ഇങ്ങനെ കിളികിളി ഒച്ച കേൾക്കുന്ന സ്ഥലത്ത് റിസോർട്ടിൽ നിൽക്കണം എന്നാ പറയാ. അതുപോലെ തന്നെ സമയം ഒരു 4:30-5 മണി ആവുന്ന ടൈം ആയപ്പോത്തിന് ഇത് കണ്ടില്ലേ, റിസോർട്ടിന്റെ ഈ ഒരു പരിസരം മൊത്തം മഞ്ഞ് വന്നിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കോട വന്ന് തുടങ്ങിയിട്ടുണ്ട്. മക്കളെല്ലാവരും പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബോർഡൊക്കെ ഓടുന്നു, എല്ലാം വിടുവാണ് കേട്ടോ. ഇറങ്ങടാ. ഈ വെക്കേഷനിൽ രണ്ടുമാരും ചേർത്ത് ഖത്തറിൽ പോകാൻ പ്ലാനിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്ന സമയത്താണല്ലോ യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ക്യാൻസലായി പോയതൊക്കെ. അങ്ങനെ രണ്ടുമാരും ചേർത്തിട്ട് നമ്മൾ വയനാട്ടിലേക്ക് പ്ലാൻ ഇട്ടത്. പക്ഷേ എങ്കിൽ കാലടിയിലെ ഉമ്മാക്ക് അപ്പോത്തിന് യാത്ര ചെയ്യാൻ വയ്യ, അധികം ടൈം ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഈ ട്രിപ്പിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടാ. ഊഞ്ഞാല് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനെ പോലെ പ്രായം പരിസരവും മറന്നു പോവാണ്. ആരെങ്കിലും ഏതെങ്കിലും ഉമ്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ. ഈ മക്കളെ ഒക്കെ പാടിയും പൂളി ചാടാൻ പോയിട്ടുണ്ട്. ഞാനോട് പോയൊക്കെ ഇട്ട തോർത്തൊക്കെ തലയിലിട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ വൈകുന്നേരം നേരമായപ്പോഴത്തേനും നല്ല മഞ്ഞ് വരണ്ട് കേട്ടാ. നേരത്തെ ഞങ്ങൾ പൂൾ ഭാഗത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് കോട വരണ്ടായിരുന്നു. അപ്പം ഇനി ഞാൻ കാണിച്ചത് നീന്തിയാ അപ്പൊ വെള്ളം കുടിച്ചാ? ഒരാളെ പുറത്തടിച്ച് വെള്ളം ഇറക്കണ്. ആ ഇത്താനതാ ഇതായിട്ട് നീന്തണ്, മലന്ന് നീന്തണ്. ആ ഓക്കെ.
ബാബുല് നീന്തുണ്ടല്ലോ, നീന്തിക്കോ നീന്തിക്കോ, പിടിക്കല്ലേ. അയ്യ പിന്നെ ആദ്യം നീന്തുമല്ലോ. ബാബുല് റൗണ്ട് അടിച്ചു പാടി. ആ അങ്ങത്തന്നെ അങ്ങത്തന്നെ അങ്ങത്തന്നെ. അതാ ആറ്റി നീന്തണ്ടല്ലോ. നമ്മൾ ഫാമിലിനും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് റിസോർട്ട് നോക്കുമ്പോൾ ആദ്യം നോക്കാം അവിടുത്തെ പൂളുണ്ടോ, പൂളിന് വലുപ്പമുണ്ടോ എന്നൊക്കെ കേൾക്കാറല്ലേ. ഇവിടെ ആ ഒരു പരാതിയെ ആർക്കും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇവിടെ പിള്ളേർക്കും വലിയവർക്കും രണ്ടായിട്ട് കണ്ടില്ലേ, വലിയ രീതിയിലുള്ള നമുക്ക് എൻജോയ് ചെയ്തിട്ട് നീന്തി കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പൂൾ തന്നെ കേട്ടോ. അപ്പം ഞാനും ഉമ്മയും മക്കളും ഞങ്ങളെല്ലാവരും ചേർന്ന് പൂൾ നല്ല രീതിയിൽ തന്നെ മുതലാക്കിയിട്ടുണ്ട് എന്ന് പറയട്ടെ. ഞങ്ങൾ നീന്തൽ മത്സരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടെ മക്കൾക്ക് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കലും അങ്ങനെ അക്വാഡിയായിട്ട് ഫുൾ പൂളിൽ എത്ര ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരം ഞങ്ങൾ പൂളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പൂളിൽ നിന്ന് കയറിയപ്പോഴത്തേന് ഇത് ഏകദേശം ഈ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടാ. ഈവനിങ്ങിൽ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നേരെ റൂമിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് അവിടുന്ന് പാട്ടും ആർക്കലൊക്കെ കേൾക്കണം കേട്ടാ. കയറി നോക്കിയപ്പോൾ കണ്ട സീനാണിത്. അങ്ങനെ ആ തുള്ളി കളിക്കണ കുഞ്ഞിപ്പൂവിനെ അവിടെ നിർത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഈ ബെഡിൻ്റെയും റൂമിൻ്റെ ഒക്കെ വീഡിയോ അവിടെ നിർത്തുക കേട്ടാ. എന്തായാലും റൂംസും പിന്നെ സ്ഥലങ്ങളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് ഇരുട്ടാവും തോറും ഓരോ റിസോർട്ടിൽ നിന്ന് കണ്ടില്ലേ നല്ല ഓരോ റൂംസിൽ നിന്നുള്ള ലൈറ്റുകളും കാര്യങ്ങളും പിന്നെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അതിനൊക്കെ പുറമെ രാത്രി ആയിട്ടുണ്ടായിരുന്ന ഓരോ കിളികളെ ശബ്ദങ്ങളും വെള്ളം പോണ ശബ്ദവും എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ ആയിരുന്നു അന്നത്തെ രാത്രിയിൽ. കണ്ടില്ലേ മുഴുവനായിട്ട് മിസ്റ്റാണ്. അവിടെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ്, കാണാനും നല്ല രസമുണ്ട്. ഇവിടെ തന്നെയാണ് ഇൻഡോർ ഗെയിംസും ഉള്ളത്. ഇവിടെ പപ്പി മക്കളും കൂടി ഇൻഡോർ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ കഥയാത്തി കുഞ്ഞിപ്പിയും കൂടി കാര്യമായിട്ട് എന്തൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഓലെ കളിയാക്കി വിളിക്കുന്നതാണ്. കാരണം ഓല് രണ്ടാളും ഞങ്ങൾ എത്ര ആൾക്കാർ കൂടിയിട്ടാണെങ്കിൽ ഓൾക്ക് രണ്ടാൾക്കൊരു വേറെ പോയിക്കലും ഒരു വർത്താനമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഇൻഡോർ ഗെയിംസ് കഴിക്കാൻ വേണ്ടി വീണ്ടും വന്നിക്കാട്ടെ. അപ്പോൾ ഇവിടെ റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന വേറെ ഫാമിലീസിൻ്റെ അവിടെയുള്ള പിള്ളേരൊക്കെ ആയിട്ട് ആറ്റും ബബുലും ഒക്കെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ തമ്മിലൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ എന്തൊരു ഭംഗി വെച്ചിട്ട് ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഭയങ്കര രസട്ടോ. നല്ല ശബ്ദം, കിളികളെ ശബ്ദം, കാടിൻ്റെ ഉള്ളിലെ ശരിക്കും കാടിൻ്റെ ഉള്ളിലുള്ള പോലത്തെ ഒരു ആംബിയൻസ്. അങ്ങനെ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അവിടെ ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ നടന്ന് നീങ്ങുന്നു. അങ്ങനെ കുറേ സമയം ഞാനും ഉമ്മയും കൂടി അവിടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് ഇതാ കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാട്ടം തന്നെയാണ് മെയിനായിട്ട്. ഇമ്മ ഊഞ്ഞാലാട്ടം ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഓത്തും ഒക്കെ നടക്കുന്നു കേട്ടോ. ഇവിടെ അമ്മാൻ്റെ ഓത്ത് അവിടെയും ഇവിടെ മരുമോൻ്റെ പാട്ട് ഇവിടെയാണ്. പാട്ട് അങ്ങോട്ട് ഓവറായി പോയി ചിലപ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് ഒക്കെ വരും. ഇനി വന്നിക്കണോ ഇല്ലയെന്നുള്ളത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ നേരെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. ഡിന്നർ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ വന്ന പാട് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോൾ ഒക്കെ ടേബിളിൽ നല്ല ചൂട് കൊടുക്കണേ റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ മക്കൾക്ക് നൂഡിൽസും ഫ്രൈഡ് റൈസും പൊറാട്ടയും അങ്ങനെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ എല്ലാം. സമയം ഇപ്പം പുലർച്ചെ 5:30 മണിയാണ് കേട്ടോ. 5:30 മണിക്ക് ഞങ്ങളിവിടെ ഒരു സൺറൈസ് കാണാൻ ഇവിടെ 5:30 ടൈം ആകുമ്പോഴത്തേന് റിസപ്ഷനിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അതിന് വേണ്ടിയിട്ട് എണീറ്റതാണ്. സമയം ഇതാ 5:45 കേട്ടോ. 5:45 അവിടെ ഒരു മനുഷ്യൻ എണീറ്റിട്ടില്ല. ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ 6:15 റെഡി ആവാൻ പറഞ്ഞിരുന്നവർ. അപ്പോൾ അങ്ങനെ എണീറ്റത്. അപ്പം ഒന്ന് സൺറൈസ് ഇല്ല അത്ര. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ അതാ വന്നിട്ട് ഈ ഊഞ്ഞാലയിലേക്ക് ഇരുന്ന് ഇങ്ങനെ ആടിങ്ങോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ മറ്റുള്ള ആൾക്കാരെ ഒച്ചയും വിളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കിളിയോളൊക്കെ ശബ്ദം നന്നായിട്ട് കേൾക്കട്ടോ. കാട്ടിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നല്ല ഒരു കിരിക്കിരി ശബ്ദവും കിളിയോളൊച്ചയും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളം പോണച്ചയും
ഒക്കെ പാടിയിട്ട് നല്ല രസമുണ്ട്, നല്ലൊരു വൈബ്. നേരം കൊടുത്ത പോയിട്ട് രണ്ടെണ്ണം കൊടുക്കണ അതിനകത്തൊരു ഇവിടെ കിടന്നിറങ്ങിയത്. മുഖം ഫുൾ വെയിറ്റ് ഇട്ടിട്ടായിരിക്കും കിടക്കുക. ബംബ്ലു അല്ല ആദ്യ ബംബ്ലു വിഴലിട്ടാ. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നേരം പുലർച്ചെ തന്നെ എണീറ്റതാണ് കേട്ടോ ഞാനും അനുവും ഫിനും ഒക്കെ. പക്ഷേ എങ്കിൽ ഇന്ന് മഞ്ഞ് കൂടുതലായ കാരണം കൊണ്ട് കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ പോയി കിടന്ന് ഇപ്പോൾ വീണ്ടും ഒരു 9-9:30 ടൈം ആയപ്പോൾ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അത് അവരുടെ ഈ ഒരു പ്ലാനിലുള്ള ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവിധ ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്ത് അതൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഇറങ്ങി വരും. ഞങ്ങൾക്ക് രണ്ടാക്കും വയസ്സായി പോയതിന്റെ ആദ്യ ലക്ഷണമാണോ എന്താന്ന് പറഞ്ഞിടോ. മക്കൾക്കാരിപ്പം ഞങ്ങളെ ഡയലോഗുകളും ഞങ്ങളെ ഫോട്ടോഷൂട്ടൊന്നും അത്ര കണ്ട് പിടിക്കണില്ല. ഞങ്ങളെ ക്രിഞ്ചാണെന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ പൂളിച്ചാടിയോള് വീണ്ടും പോയി പൂളിൽ ചാടിയിട്ടുണ്ട്. അവര് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചാടാതെ ഒരു രക്ഷയില്ലല്ലോ, കാരണം 3 മാനേജ് ചെയ്യണ്ടേ. മെച്ചരി കാല് കാണിട്ട് നീന്തി വാ, അങ്ങോട്ട് നീന്തി വാ. യെസ് 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 യെസ്. ഏയ് ലീനു 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 ലീനു. ഏയ് മാഷാല്ലാ ലീനു സെറ്റ് ആയിട്ടാ. ഓ ഗുഡ്. സെറ്റ് സെറ്റ് സെറ്റ്. നന്നായിട്ട് അടിപൊളി അടിപൊളി. നീ മല നീന്തിയൊക്കെ മലന്ന് പോട്ടെ. റെഡി 1 പോട്ടെ പോട്ടെ. മക്കൾക്ക് 4 ചെറുതിലെ സ്വിമ്മിങ് പഠിപ്പിക്കണം എന്ന് കിച്ചുവിന് നിർബന്ധമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫിനോട്ടനും ലീനോനും നല്ല രീതിയിൽ തന്നെ നീന്താൻ അറിയാം. ആറ്റും ബബിലും മഷാല അപ്പോൾ പഠിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അവർ വീണ്ടും ഞങ്ങൾക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. കാരണം ഞങ്ങളിവിടെ കിടന്ന് നല്ല ഫോട്ടോസ് എടുക്കാൻ നല്ല അധ്വാനിക്കേണ്ടെന്ന് അവർക്ക് മനസ്സിലായിക്കൊണ്ടായിരിക്കും നല്ല അവർ വീണ്ടും ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്കിന് പകരം ഞങ്ങളെ പറഞ്ഞയക്കാനുള്ള ജ്യൂസ് തരലാണെന്നാണ് ഇത് തോന്നുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇനി വയനാട്ടിലെ ബെസ്റ്റ് റിസോർട്ട് ഏതാന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി പറയാൻ പോകുന്ന ഒരു പേര് ഈ ട്രീ വാലി റിസോർട്ട് തന്നെ ആയിരിക്കും. കാരണം എനിക്ക് ഇപ്പം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായ ഒരു റിസോർട്ട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇവരുടെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയ്ബൂസ് വേൾഡ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റ പേജിൽ അതുപോലെ ഈ ഒരു റിസോർട്ടിന്റെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എന്തായാലും ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഈ ഒരു റിസോർട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിനൊക്കെ ആയിട്ടും പോകാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഒരു റിസോർട്ട് തന്നെ ആയിരിക്കും ട്രീ വാലി റിസോർട്ട് ഇട്ടാൽ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പപ്പ വന്നിട്ട് നാട്ടിൽ എവിടെ പോകുന്നവർ പ്ലാൻ ചെയ്ത സമയത്ത് മക്കൾ ചോദിച്ച സമയത്ത് ഞാൻ നോക്കി ഇങ്ങനെ ഒക്കെ കണ്ടുപിടിച്ച ഒരു റിസോർട്ട് തന്നെയായിരുന്നു. എന്തായാലും എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ലാസ്റ്റ് വെക്കേഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മളെ സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എല്ലാവർക്കും എന്നറിയാം. ഇൻഷാല്ല കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ടാണ് എപ്പിസോഡൊക്കെ ഒന്ന് വൈകിപ്പോയത്. ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോരോ എപ്പിസോഡായിട്ട് വീണ്ടും റിയ സ്റ്റോറി തുടങ്ങാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഇനി റിസോർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ മുണ്ടക്കയിലുണ്ടായിരുന്ന ദുരന്തത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ. അത് കണ്ടവരൊക്കെ ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമാണ് കാണുമ്പോൾ, ഇങ്ങനെയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിയിലും കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ചളിയൊക്കെ കെട്ടിക്കണമൊക്കെ വെള്ളം ഇതൊക്കെ ഉണ്ടാവും. ഇതൊരു തൂണ് പൊളിഞ്ഞ് പകുതി നിൽക്കണതാ.